നെഗറ്റീവ് സെക്സ് കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് സെക്സ്. ജീവിതത്തിൽ വിശുദ്ധിയും പവിത്രതയും ഉണ്ടായിരിക്കണം, ജീവിതത്തിൽ ചിട്ടയും ക്രമവും ഉണ്ടായിരിക്കണം. നമ്മൾ കുളിച്ച് ദേഹശുദ്ധി വരുത്തുന്നു, പല്ല് തേക്കുന്നു, ക്രമമായി വ്യായാമം ചെയ്യുന്നു, കൃത്യമായി ഭക്ഷണം കഴിക്കുന്നു, ശ്വസിക്കുന്നു, ദിനചര്യകൾ കൃത്യമായ കൃത്യതയുണ്ട്. ആ കൃത്യത കുഞ്ഞുനാൾ മുതൽ പരിശീലിക്കുന്നു. ഇതിനേക്കാൾ എത്രയോ പവിത്രമായ ഒരു കർമ്മമാണ് സെക്സ് അഥവാ ലൈംഗികത. ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും ഇന്ന് എത്രയോ ക്രൂരമായി നടക്കുന്നു. ഇത് ഒരു റോസാപ്പൂവിനെ ആസ്വദിക്കുന്നത് പോലെ ആസ്വദിക്കുന്ന ഒരനുഭവമാണ് ലൈംഗികത. അതിനു പകരം എത്ര ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളാണ് നടക്കുന്നത്. ആ ഒരു മനസ്സ് വേണം, ഒരു എസ്തെറ്റിക് സെൻസ് വേണം, ഒരു കലാബോധം വേണം, ഒരു പ്രണയത്തിന്റെ ഒരു മനസ്സ് വേണം. കാട്ടുപോതിന് പറ്റില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ലൈംഗിക അതിക്രമങ്ങളിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എത്രയോ കൊടൂരമാണ്. ലൈംഗിക അതിക്രമങ്ങളിലൂടെ ജനിക്കുന്ന കുഞ്ഞ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെ അമ്മയുടെ ആ വികാരമാണല്ലോ കുഞ്ഞിലേക്ക് പകരപ്പെടുന്നത്. അവനത് ഏറ്റുവാങ്ങി ഭൂമിയിലേക്ക് വന്നാൽ എന്ത് ചെയ്യും? ഭൂമിക്ക് പാരയാകും, നാട്ടുകാർക്ക് പാര, മൊത്തം പാരയാകുകയല്ലേ അടുത്തത് ജനിക്കുന്നത്. ലൈംഗിക ക്രൂരതയ്ക്ക് വിധേയമായി ജനിക്കുന്ന കുഞ്ഞിൻ്റെ മനസ്സിൽ പതിയുന്ന വികാരങ്ങൾ എത്രയോ ക്രൂരമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വ്രതശുദ്ധിയോടെ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചില്ലെങ്കിൽ ആ കുഞ്ഞ് അവർക്ക് തന്നെ അന്ധകരായിരിക്കും. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ശത്രു പുത്രനായി ജനിക്കുന്നുവെന്ന്. മക്കൾ പിഴച്ചുപോയി എന്ന് മാതാപിതാക്കൾ വിലപിക്കുന്നതിൽ അർത്ഥമില്ല. മാതാപിതാക്കളുടെ വ്രതശുദ്ധി മനഃശുദ്ധി പോലെ ഇരിക്കും കുഞ്ഞുങ്ങളുടെ മനസ്സും. അച്ഛനും അമ്മയും തമ്മിൽ വീട്ടിലും പുറത്തും തമ്മിൽ തല്ലും വഴക്കുമാണ്. അത് കണ്ടും സഹിച്ചും അനുഭവിച്ചും വളർന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന സ്വഭാവം എന്താണെന്ന് സ്വയം ചിന്തിക്കൂ. മൃഗങ്ങൾക്ക് പോലും ലൈംഗിക അച്ചടക്കം ഉള്ളപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിൽ നമ്മുടെ ലൈംഗിക അച്ചടക്കം ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലൈംഗിക അച്ചടക്കം മാതാപിതാക്കൾ പരിശീലിക്കുകയും അത് കുഞ്ഞുങ്ങളെ പ്രായത്തിനനുസരിച്ച് പരിശീലിപ്പിക്കുകയും ചെയ്താലേ ലൈംഗികതയെ ആരോഗ്യകരമായി കാണാൻ കഴിയുള്ളൂ.